ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനറ്റോക്സ്. ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ കീബേക്കിനോട് ഊജു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഹൃദയം ഇടിക്കുന്നു എന്ന്. അവൻ അതിന് റിപ്ലൈ എന്തെങ്കിലും കൊടുക്കാൻ വരുന്നതിന് മുന്നേ തന്നെ അവള് പെട്ടെന്ന് തന്നെ അവനെ ഹൃദയത്തിൽ ടച്ച് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, നീ ഒന്നും തന്നെ പറയരുത് എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. പിന്നീട് ഇവർ തിരിച്ചെത്തുമ്പോ യുയോങ് പെട്ടെന്ന് തന്നെ ഓടി വന്ന് നമ്മുടെ കീബേക്കിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇത് ഊജു കണ്ടോണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ജിയോങ് എത്തുന്നത്. നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാൻ ഓക്കെ ആണെന്നും പറയുകയാണ് അവള്. അടുത്ത രംഗത്തില് കീബേക്കും ജിയോങ്ങും ഒരു റൂമിൽ കിടക്കുകയാണ്. ജിയോങ് അവനോട് പറയുന്നുണ്ട്, അപ്പൊ നീ താഴെ വീണുവല്ലേ, അപകടം വളരെ അടുത്താണ്, എന്തായാലും ഊജു നല്ല പേടിച്ചിട്ടുണ്ട്, അവൾ അല്ലേലും അങ്ങനെയാണ്, എന്തായാലും നീ തിരിച്ചു വന്നല്ലോ, അതിന് താങ്ക് യു എന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് അതേ എന്ന് മാത്രം റിപ്ലൈ കൊടുത്ത് അവനും എനിക്ക് കുറച്ച് കാറ്റ് കൊള്ളണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ്. പിന്നീട് ഇവരുടെ രണ്ടുപേരുടെയും പാസ്റ്റ് ആണ് കാണിക്കുന്നത്. ജിയോങ്ങും കീബയ്ക്കും കൂടെ ഒരു പെൺകുട്ടിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുകയും അവള് അവളുടെ നോട്ട്ബുക്കിനകത്ത് ഒരു പൂച്ചയെ വരയ്ക്കുന്നതും കാണിക്കുന്നുണ്ട്. ഈ സെയിം പൂച്ചയുടെ ഫോട്ടോ തന്നെ നമ്മുടെ ഊജുവിന്റെ ഫോണിലും കിടപ്പുണ്ട്. അതിന്റെ അടുത്ത് കീബയ്ക്കിന്റെ ഹൈസ്കൂളിലെ ഫോട്ടോയും ഇവളെടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. ഈ സമയമാണ് ഉറക്കം വരാത്തോണ്ട് ജിയോങ് അവിടെ എത്തുന്നത്. ജിയോങ് അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പണ്ട് നിന്നെ ഡേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, പകരം ഇപ്പൊ ഡേറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഞാനൊരു കൂളായിട്ടുള്ള ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരുന്നേനെ എന്നും പറയാണ്. ഇത് കേട്ടിട്ട് അവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും തിരിച്ച് നടക്കുന്ന സമയമാണ് കീബക്കിനെ കാണുന്നത്. ഇവളും ഇവനെ കണ്ടോണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ഒരു ടപ്പയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിലോ അവളെ ഒന്നും മൈൻഡ് കൂടി ചെയ്യാതെ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. ജിയോങ് നീ എന്തുവായി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവളും പറയുന്നുണ്ട്, അത് ഞാൻ ഒരു ഗെയിം പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നു, അത് നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് തടി തപ്പുകയാണ്. അങ്ങനെ അടുത്ത ദിവസം പ്രൊഡക്ഷൻ ടീം ഇവർക്ക് ഒരു ഗെയിം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരെ പറ്റിയിട്ടാണോ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ. എല്ലാവരും ഫുഡ് ഉണ്ടാക്കി തുടങ്ങുമ്പോഴും കീബക്ക് മാത്രം ഒന്നും ചെയ്യാൻ നിൽക്കുകയാണ്. ഈ സമയം ഹയോങ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ആർക്ക് വേണ്ടിയിട്ടാ കുക്ക് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, നീ പറ നിനക്ക് എന്തോ ഇഷ്ടം, ഞാൻ നിനക്ക് വേണ്ടി കുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ അവള് പറയുന്നുണ്ട്, ഓ എനിക്ക് വിശപ്പൊന്നും ഇല്ല, പിന്നെ അത് മാത്രമല്ല ഷൂട്ടിംഗ് പ്രോപ്പർട്ടീസ് വെച്ചുണ്ടാക്കിയ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്നെ വയറിന് പിടിക്കത്തില്ല എന്ന് പറയുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് ഫുഡ് എടുത്ത് കൊടുക്കാൻ അവക്ക്. അങ്ങനെ ഫുഡൊക്കെ ആയിട്ട് തമ്മിൽ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഓരോരുത്തരെ വിളിച്ചു കൊണ്ടുപോയി ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നീട് ബാലൻസ് വരുന്നത് കീബയ്ക്കും ജിയോങ്ങും യുയോങ്ങും മാത്രമാണ്. അങ്ങനെ അവസാനം കീബയ്ക്ക് അവളുടെ അടുത്ത് ചെന്ന് എന്റെ കൂടെ ഫുഡ് കഴിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കരുതുന്നത് അവനെ റിജക്ട് ചെയ്തിട്ട് ജിയോങ്ങിന്റെ കൂടെ ഫുഡ് കഴിക്കുമെന്നാണെങ്കിലും അവള് കീബയ്ക്കിന്റെ കൂടെയാണ് ഫുഡ് കഴിക്കാൻ റെഡി ആവുന്നത്. പിന്നീട് ഊജു യുയോങ്ങിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവള് പറയുന്നുണ്ട്, കീബയ്ക്ക് എന്റെ ടൈപ്പ് അല്ല സത്യത്തില്, അവൻ കൂടുതൽ സത്യസന്ധനായതുകൊണ്ടോ അതോ സെൻസിറ്റീവ് അല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന ഒരു ചെറിയ സ്വഭാവമുണ്ട്, അത് വളരെ മോശമാണ് എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് കീബേക്കിനെ ചൂസ് ചെയ്തതെന്ന് പറയുമ്പോൾ അവള് പറയുന്നുണ്ട്, കീബേക്ക് വളരെ ജെനുവിനും കെയറിംഗും ആയിട്ടുള്ള ഒരാളാണ്. പിന്നീട് നമ്മൾ മറ്റൊരു രംഗം കാണിക്കുന്നുണ്ട്. അന്ന് അവളുടെ പല്ലില് എന്തോ ഇരുന്നപ്പോ അവൻ മാക്സിമം കൺട്രോൾ ചെയ്ത് ആരെയും അറിയിക്കാതെ പയ്യെ അവളുടെ ചെവിയിൽ വന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവള് വൂജുവിനോട് പറയുന്നുണ്ട്, കീബേക്ക് എല്ലാരിൽ നിന്നും ഡിഫറെന്റ് ആണെന്ന്. ഇത് കേട്ട വൂജുവും ശരിയാ നീ പറഞ്ഞത് എന്ന് പറയാണ്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് എല്ലാ കണ്ടസ്റ്റൻസും ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ആ സമയമാണ് അവിടെ ഒരു പെണ്ണെത്തുന്നത്. ഇവരുടെ പേരാണ് ചോയ് ഹുയി. കീബയ്ക്കും ജിയോങ്ങും ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പെണ്ണ് അത് മറ്റാരും തന്നല്ല, ഈ ചോയ് ഹുയി ആണ്. മുന്നേ കൊടുത്ത ഹിന്റിനകത്ത് ഇവര് നാലാണുങ്ങൾക്കും ഇടയിൽ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ചോയ് ഹുയി. ഇവര് നാലുപേരുടെയും ഫസ്റ്റ് ലവ് ആണ് ചോയ് ഹുയി. അങ്ങനെ 3 ഗേൾസിന്റെ ഇടയിൽ ഒരു ഗേള് കൂടി എത്തിയിരിക്കുകയാണ്. പിന്നീട് എല്ലാവരുമായിട്ട് അവള് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കീബേക്കിനെ കണ്ട് അവനോട് സംസാരിക്കുകയാണ്. അവള് കീബേക്കിനോട് പറയാണ്, എനിക്ക് ഇവിടെ എത്തിയപ്പോ ഭയങ്കര നെർവസ് ആയിട്ട് തോന്നുന്നുണ്ടെന്ന്. അവനും പറയുന്നുണ്ട്, ശരിയാ എനിക്കും നെർവസ്നെസ് ഉണ്ട്, കാരണം ഇവിടെ കുറെ അധികം ക്യാമറാസ് ഉണ്ടെന്ന്. ഇപ്പൊ ഒരു ഹിന്റ് കണ്ടുപിടിക്കുന്ന ഗെയിം ജിയോങ് ജയിച്ചത് കൊണ്ട് തന്നെ എത്തിയിരിക്കുന്ന ചോയുമായിട്ട് ഒരു ഡേറ്റിന് പോകാനുള്ള ചാൻസ് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഈ ഡേറ്റിന് കൂട്ടത്തില് ഒരാളെ കൂടെ ചൂസ് ചെയ്യാമെന്നും അവളോട് പറയാണ്. അങ്ങനെ അവളെ നമ്മുടെ കീബേക്കിനെ ചൂസ് ചെയ്യുകയാണ്. ഇവിടെ നമ്മളെ ഉൻബേക്കിനെയും ചായയും കാണിക്കുന്നുണ്ട്. ഉൻബേക്ക് ആണെങ്കിൽ മരിച്ചു കിടന്ന് നമ്മുടെ ചായയെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്റെ ഇവിടുത്തെ ജോലിയെല്ലാം ഭയങ്കര അധികമാണെങ്കിൽ നീ പറഞ്ഞാൽ മതിയെന്ന്. ഇത് കേട്ടിട്ട് ഉൻബേക്കും പറയുന്നുണ്ട്, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ഇതൊക്കെ സിമ്പിൾ കാര്യം, ഇവിടെ ജോലി എടുത്ത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക മാത്രമല്ല എനിക്ക് എന്റെ ചേട്ടനെയും ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുമല്ലോ, അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നതൊക്കെ നോക്കാം എന്ന് പറഞ്ഞ് അവന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കീബേക്കിനോട് ഒരു സോറി ചോദിക്കുന്ന വൂജുവിനെയാണ്. ഞാൻ നിന്നോട് ഒന്നും പറയാതെയാണ് ഞാൻ ഇവിടേക്ക് ചോയ് ഹുയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് കേട്ടിട്ട് അവനും അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് തോന്നുന്നത് അവളുടെ കാര്യം നീ മനസ്സിലാക്കിയത് എന്റെ ഡയറി വായിച്ചിട്ടാണ്, അങ്ങനെയാണ് നിനക്ക് ഈ ഐഡിയ കിട്ടിയതും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് അവൾ പറയാണ്. അങ്ങനെ വൂജു അവിടെ നിന്ന് പോവുകയും ചോയ് അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. അവൾ അവനോട്
അവനോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ വരാനുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, പക്ഷേ ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് നീ ഇവിടെ വരാൻ എന്തിനാണ് ആ ഡിസിഷൻ എടുത്തതെന്ന്. അവളും പറയാണ് കാരണം എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുവെന്ന്. ഇപ്പൊ നമ്മളെ കാണിക്കുന്നത് കീബേക്കിന്റെ പാരന്റ്സിനെയാണ്. ഇവരുടെ അടുത്ത് നമ്മുടെ ഗുവോണും ഇരിപ്പുണ്ട്. ഗു അവരോട് പറയാണ് എനിക്ക് ഒരു പെങ്കൊച്ചിനെ ഇഷ്ടം, പക്ഷെ എന്റെ ഫ്രണ്ടിനും ആ പെങ്കൊച്ചിനെ തന്നെ ഇഷ്ടം. ഈ സമയം കീബേക്കിന്റെ അമ്മ അവനോട് പറയുന്നുണ്ട് കീബേക്കും ഇതേപോലെ അവന്റെ ഫ്രണ്ടുമായിട്ട് ഒരു പെങ്കൊച്ചിന് വേണ്ടിട്ട് വഴക്കിട്ടിട്ടുണ്ടെന്ന്. ആ രംഗമാണ് നമ്മളെ കാണിക്കുന്നത്. ജിയോങ് ആയിരുന്നു ആ ഫ്രണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം ചോയ് ഹുയി ആയിരുന്നു. അങ്ങനെ ഇതിന്റെ പേരിൽ ഇവർ വഴക്കിട്ടോണ്ടിരിക്കുന്ന സമയമാണ് അവിടെ ചോയ് ഹുയി എത്തുന്നതും ഇവര് വഴക്ക് നിർത്തുന്നതും. പിന്നീട് നമ്മുടെ വൂജുവിന്റെ അമ്മ ഒരാളെ കാണാൻ എത്തുന്നതും അയാളുമായിട്ട് ഒരു ഡേറ്റിന് പോകുന്നതും കാണിക്കുന്നുണ്ട്. ഇപ്പൊ ജിയോങ്, ചോയ് ഹുയി, കീബെക് ഇവര് മൂന്നുപേരുടെയും ഡേറ്റിന് വേണ്ടിയിട്ട് അമ്യൂസ്മെന്റ് പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ റൈഡൊക്കെ കണ്ടിട്ട് നമ്മുടെ ജിയോങ് കീബെക്കിനോട് ചോദിക്കുന്നുണ്ട് എടാ കീബെക്കെ നീ ഓക്കെ ആയിരിക്കോ, ഇവിടുത്തെ റൈഡൊക്കെ കണ്ടിട്ട് നിനക്ക് പേടി തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവനെ കളിയാക്കുമ്പോഴാണ് ആര് പറഞ്ഞു എനിക്ക് പേടിയുണ്ടെന്ന്, എനിക്ക് ഒട്ടും പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് അവന് പേടിയുണ്ടെങ്കിൽ പേടിയില്ലാത്ത രീതിയിൽ അഭിനയിക്കുമ്പോഴാണ് സൈഡിൽ നിന്നൊരു കൊച്ച് അവന്റെ പേര് വിളിച്ചിട്ട് അവന്റെ നേരെ ബബിൾസ് വിടുകയാണ്. അങ്ങനെ ഇതിന്റെ കാരണത്താൽ കീബെക്ക് തുമ്മുകയും അതിന്റെ കാരണത്താൽ അവന്റെ സ്വിച്ച് ഓൺ ആകുകയും ചെയ്യാണ്. അങ്ങനെ സ്വിച്ച് ഓൺ ആയിട്ടിരിക്കുന്ന ഈ സമയമാണ് കീബെക്ക് പറയുന്നത് നീ എന്തോ പറഞ്ഞ എനിക്ക് പേടിയാണെന്നോ, ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ് അവര് റൈഡിൽ കയറുകയാണ്. ഇവര് റൈഡ് ചെയ്യുമ്പോൾ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വേണമെന്ന് പറഞ്ഞ് നമ്മുടെ വൂജു ഉൾപ്പെടെ കുറച്ച് പേര് അതിനകത്ത് കയറുകയാണ്. അങ്ങനെ ആ റൈഡിനകത്ത് ഒരു വമ്പൻ കോമഡി തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ വൂജു അറിയാതെ വീഴാനായിട്ട് പോകുന്ന നേരം പെട്ടെന്ന് തന്നെ അവളെ രക്ഷിക്കാനും വേണ്ടിയിട്ട് ദൂരെ ഇരിക്കുന്ന കീബെക്ക് ഓടി വരുമ്പോഴാണ് അവൻ താഴെ വീഴുന്നത്. വൂജു ഞാൻ നിന്നെ രക്ഷിക്കാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവളെ കാലിൽ കയറി പിടിക്കുമ്പോ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന വൂജു ആണെങ്കിൽ താഴെ വീഴുകയാണ്. എന്തായാലും ഇത്രയും നേരം നല്ല രീതിയിൽ കുലുങ്ങി മറിഞ്ഞതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ കീബെക്ക് ആണെങ്കിൽ വോമിറ്റ് ചെയ്യാനായിട്ട് ഓടിയിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ജിയോങ്ങിന്റെ കുറച്ച് ഫാൻസ് അവനുമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. സൈഡിൽ നിൽക്കുന്ന ചോയെ കണ്ടിട്ട് അവർ ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ, എങ്കിൽ പിന്നെ ഇവളുടെ കൂടി ഫോട്ടോ എടുത്തേക്കാന്ന്. അങ്ങനെ ഒരു പെർമിഷനും ഇല്ലാതെ അവളുടെ ഫോട്ടോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജിയോങ് അവളെ പറഞ്ഞയക്കുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവൻ പോകാൻ പോകുമ്പോഴാണ് അവന്റെ ഫാൻസ് കുറച്ച് ഓവറായിട്ട് ബിഹേവ് ചെയ്യുന്നത്. അവനോട് കോഫി വാങ്ങിച്ചു കൊടുക്കാനും അവന്റെ ഡ്രസ്സൊക്കെ നല്ല എക്സ്പെൻസീവ് ആണോ എന്നൊക്കെ ചോദിച്ച് അവനെ നല്ല രീതിയിൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന സമയം ജിയോങ്ങിന് നല്ല അസ്വസ്ഥത തോന്നുകയും ഇത് കണ്ട് മനസ്സിലാക്കി കീബേക്ക് അവിടെ എത്തിയ അവനെ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. എടാ ജിയോങ് നീ ആരാടാ, എല്ലാരും ആഗ്രഹിക്കുന്ന മരുമകനാണോ അതോ എല്ലാരും ചവിട്ടിത്തേക്കുന്ന ഒരു തുണിയാണോ, നീ ഇങ്ങോട്ട് മാറിയിരിക്കും, ഞാനിത് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞ് കീബേക്ക് അവന്റെ ലെക്ചറൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇവനും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഉൻബേക്ക് അവിടെ എത്തി അവനെ പൊക്കിക്കൊണ്ട് പോകുന്നത്, ഒരു അക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞ്. ഈ സമയം ജിയോങ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് വൂജു പെട്ടെന്ന് വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നതും അവനോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവനും ആ ശരിയാ ഞാൻ ഓക്കെയാണ് എന്ന് പറയുന്നത്. പിന്നീട് വൂജു കീബെക്കിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കോൺസിക്വൻസസിനെ പറ്റിയിട്ട് ചിന്തിക്കാതെ അങ്ങനെ ഒന്നും ആരോടും പറയാൻ പാടില്ല എന്നൊക്കെ. ഇത് കേട്ട് സ്വിച്ച് ഓൺ ആയി നിൽക്കുന്ന നമ്മുടെ കീബെക്കും പറയുന്നത് ഒരാളുടെ പേഴ്സണലും പ്രൈവറ്റുമായിട്ടുള്ള പണ്ടത്തെ കുറെ മെമ്മറീസ് ഒരു പബ്ലിക് ഷോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു കോൺസിക്വൻസ് നീ ചിന്തിച്ചില്ലേ, പക്ഷെ നീയല്ലേ അത് ഓക്കെ ആണെന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവനും പറയുന്നുണ്ട് പക്ഷെ എങ്കിലും എനിക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല എന്ന രീതിയിൽ എനിക്കിപ്പോ സങ്കടമുണ്ട്, നീ എന്നെ ഹേർട്ട് ചെയ്തു എന്ന് പറയാണ്. പിന്നീട് ഇവരെല്ലാരും ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയം ഒരാൾ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് അല്ലേ, ഇപ്പൊ ഒരു വലിയ ഹെൽപ്പ് തന്നെയാണ് കീബെക് ജിയോങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ജിയോങ് അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. പിന്നീട് യുയോങ്ങും വേറൊരു പയ്യനും കൂടി ചോയ് അറിയാതെ അവർക്ക് വേണ്ടിയിട്ട് കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട്. അങ്ങനെ ഇവരും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വൂജുവിന് പെട്ടെന്ന് ഒരു കോള് വരുന്നത്. അത് അവളുടെ അമ്മയായിരുന്നു. വൂജുവിന്റെ അമ്മയും ചോദിക്കുന്നുണ്ട് എടി മോളെ നീ എന്താടി നിന്റെ ബർത്ത്ഡേ ആയിട്ട് വീട്ടിലോട്ട് വരാത്തത്, എനിക്ക് നിന്റെ ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കാൻ പോലും പറ്റില്ലല്ലോ. ഇത് കേട്ടിട്ട് അവളും പറയുന്നുണ്ട് ഞാനിവിടെ ബിസിയാന്ന് നമുക്ക് അറിയത്തില്ലെന്ന്, കാരണം ഇന്ന് ചോയുടെ മാത്രം ബർത്ത്ഡേ അല്ല വൂജുവിന്റെയും ബർത്ത്ഡേ ആണ്. ഈ സമയമാണ് നമ്മുടെ ജിയോങ്ങിന്റെ ടീംമേറ്റ്സ് ഒക്കെ അവിടെ വന്ന് അവളെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ചെയ്യുന്നത്. ഇത് കണ്ട് അവക്കും ഒത്തിരി സന്തോഷം വരുന്നുണ്ട്. നമ്മുടെ ജിയോങ് ആണ് ഇവരുടെ ബർത്ത്ഡേ ഡേറ്റ് പറഞ്ഞു കൊടുത്തത്. പിന്നീട് വൂജു ജിയോങ്ങിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് നീ നിന്റെ ഫസ്റ്റ് ലവനെ കുറെ നാളുകൾക്ക് ശേഷം കണ്ടിരിക്കുകയാണ്, നിന്റെ ഫീലിംഗ്സിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനും പറയുന്നുണ്ട് ആ മാറ്റമുണ്ട്, എനിക്കിപ്പോ അവളെ പണ്ടത്തെക്കാൾ കൂടുതൽ ഒത്തിരി ഇഷ്ടമാണെന്നും പറയുകയാണ്.
പിന്നീട് ഒറ്റയ്ക്കിരിക്കുന്ന കീബേക്കിന്റെ അടുത്ത് ചോയും വന്നിരിക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പാർക്കിൽ വെച്ച് നിന്നെ കണ്ടപ്പോ നിനക്ക് നല്ല ചേഞ്ച് വന്നതായിട്ട് എനിക്ക് മനസ്സിലായി, ഞാൻ ചേഞ്ച് ആയെന്ന് ചോദിക്കുമ്പോ അവനും ഇല്ല, നീ അന്ന് സ്കൂളിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴും എന്ന് പറയാണ്. ചോയും അവനോട് നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടി ഇവിടെ ഉണ്ടോ, അത് ഞാനാണോ എന്ന് ചോദിക്കുമ്പോ അവൻ പറയുന്നുണ്ട് ഉണ്ട്, പക്ഷെ അത് നീയല്ല എന്ന്. ചോയും പറയുകയാണ്, എനിക്ക് മനസ്സിലായി, ഞാൻ വരുന്നതിന് മുന്നേ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന്, എന്നാലും നമ്മളുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് നാളെ മാറില്ല എന്ന് എന്താണ് ഉറപ്പ്? ഞാൻ ഉദ്ദേശിച്ചത് ഒരു ദിവസത്തിൽ തന്നെ നമ്മുടെ ഫീലിങ്സ് പലവട്ടവും ചേഞ്ച് ആവാം അല്ലേ എന്ന് ചോദിക്കുമ്പോ അവന് പറയുകയാണ്, ശരിയാണ്, അതൊരു പ്രോബ്ലം ആണ്, നമുക്കത് മനസ്സിലാക്കണമെന്നുണ്ട്, പക്ഷെ എന്നാൽ അതിന് കഴിയുന്നില്ല, ആരോടും പറയാതിരിക്കണമെന്നുണ്ട്, എന്നാൽ എല്ലാരോടും പറയാനും തോന്നുന്നു, അതിനെ പറ്റിയിട്ട് ഒന്നും തന്നെ ചെയ്യാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അത് തന്നെ ചെയ്യാനായിട്ട് മനസ്സ് പറയുകയും ചെയ്യുന്നു. ഈ സമയം ചോയും പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും തമ്മിൽ സത്യസന്ധരായിട്ടിരിക്കാം, എല്ലാം തുറന്നു പറയാമെന്ന്. അവനും ഓക്കെ പറഞ്ഞിട്ട് അവിടെ ഓടി പോകുന്നുണ്ട്. പെട്ടെന്ന് ഓടിച്ചെന്ന് അവൻ ഒറ്റയ്ക്കിരിക്കുന്ന വൂജുവിന്റെ അടുത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് അവളോടും പറയുന്നുണ്ട്, ഞാൻ എന്റെ ഫീലിങ്സ് നിന്നോട് പറയത്തില്ല, കാരണം എനിക്ക് നിന്നെ ഹേർട്ട് ചെയ്യണം താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വൂജു അവനെ നോക്കാതിരിക്കുമ്പോഴാണ്, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നീ ആ ഒരു മുഖത്തോട് കൂടിയിട്ട് എന്നെ ഇങ്ങനെ നോക്കാതിരുന്ന അവോയ്ഡ് ചെയ്യുന്ന ആവശ്യവുമില്ല എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് അവക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പൈസി ഫുഡാണ് ഇഷ്ടമെന്ന് അവൻ ഓൾറെഡി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇപ്പൊ അവക്കും ഫുഡ് കൊടുക്കുകയാണ് അവന്. എന്നിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവരും ദൂരെയുള്ള ഫയർ വർക്ക്സ് ഒക്കെ കണ്ടിട്ടിരിക്കുമ്പോൾ നമ്മുടെ വൂജു അത് നോക്കി പറയുന്നുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. ഈ സമയം കീബേക്കും നമ്മുടെ വൂജുവിനെ നോക്കിയിട്ട് പറയാണ്, അതെ നല്ല ഭംഗിയുണ്ടെന്ന്. വൂജു അവനോടും എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതിനും നീ നിന്റെ ഫീലിങ്സ് തുറന്ന് പറയാതിരുന്നതിനും താങ്ക് യു എന്ന് പറയുകയാണ്. അങ്ങനെ വൂജു സന്തോഷത്തിൽ തിരിച്ചു പോകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ചായ ഓടി എത്തിയിട്ട് നമുക്ക് ഇവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നത്. ഈ സീരിയസ് പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യുയോങ് ഇപ്പോ ഷോ വിട്ടു പോയിരിക്കുകയാണ്. ഈ സമയം കീബേക്കും സന്തോഷത്തിൽ തിരിച്ചു ചെല്ലുമ്പോൾ ജിയോങ് പറയുന്നുണ്ട്, ഞാനും വൂജുവും മുന്നേ ഡേറ്റ് ചെയ്തിരുന്നു എന്ന്. ഈ സമയം ഇക്കാര്യം ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവനും പറയുന്നുണ്ട്, അതെ ഇമ്പോർട്ടന്റ് ആണെന്ന്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഷോയിലേക്ക് ഒരു പുതിയ കണ്ടസ്റ്റന്റ് കൂടി വന്നിരിക്കുകയാണ്. അത് മറ്റാരുമല്ല വൂജു തന്നെയാണ്. അങ്ങനെ അവളും ഞാൻ പുതിയൊരു കണ്ടസ്റ്റന്റ് ആണ്, എന്റെ പേര് വൂജു എന്ന് പറഞ്ഞ് കാണിക്കുന്നതോടെ ഈ ഒരു ഡ്രാമയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. യുയോങ് എന്ത് കാരണത്താലാണ് ഷോ വിട്ടു പോയത്, ഇപ്പൊ വൂജു കൂടി ഇവരുടെ ഇടയിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യാനും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ അടിപൊളി ഡ്രാമ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.